അങ്ങനെ നമ്മൾ ബയാവോ കുന്ന് മുഴുവനും നടന്ന് കയറി മെയിൻ ഗേറ്റിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ചയാണിത്. ഇതെന്താ ഇത്? ഒരു തൂണ് മുഴുവനായിട്ടില്ല കേട്ടോ, അതിൻ്റെ പകുതി മാത്രം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. ഇവിടെ ഇതുപോലെ തന്നെ കാണുന്നത് 2 തൂണുകൾ മുഴുവനായിട്ടില്ല. ഇനി ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഇതിൻ്റെ അകത്തേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ എത്ര ഗ്രാൻഡായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്ക്. നാഗാലാൻഡിൻ്റെ ചരിത്രം, പാരമ്പര്യം, കല, സംസ്കാരം തുടങ്ങിയവയൊക്കെ പൊതുജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 1970 നവംബർ 25 ഈ ഒരു മ്യൂസിയം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടക്കുമ്പോൾ അതിന് മുന്നിൽ ഒരു പാർക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പാർക്കിലുള്ള ചില കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ ഒന്ന് ടിക്കറ്റ് എടുക്കാനുണ്ടായിട്ടുള്ളത്. 10 രൂപ മാത്രമേ ഇവിടെ ടിക്കറ്റിന് ഇല്ലൂ കേട്ടോ. അതുപോലെ നമ്മൾ ഫോണോ ക്യാമറയോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. ഈ ഒരു ബിൽഡിങ് 3 നിലയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ, അതുപോലെ തന്നെ മുകളിൽ സെക്കൻഡ് ഫ്ലോറും ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ വിവിധ കൾച്ചറിലുള്ള ആൾക്കാരെ, ഓരോ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ ആക്ടിവിറ്റീസാണ്. അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പഴയ കട്ടിലുകളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് കേട്ടോ ഇതിലുള്ളത്. പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള വസ്തുക്കളാണ് ഈ ഒരു മ്യൂസിയത്തിലുള്ളത്. ഇത് കുറച്ചുകൂടി വലിയൊരു കട്ടിൽ, ഇത് അവരുടെ പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കട്ടിലാണെന്നാണ് പറഞ്ഞത്. അവർ കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ, അതുപോലെ തന്നെ ധാന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ, വലിയ വലിയ പാത്രങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു ഫ്ലോറിലുള്ളത്. ഈ ഒരു ബെഡിന് അവർ കമ്മ്യൂണിറ്റി ബെഡ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് കുറേ ആൾക്കാർക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കട്ടിൽ. പിന്നെ ഇത് അവരുടെ ഡ്രസ്സിലുള്ള പലതരത്തിലുള്ള ഡിസൈനുകളാണ്. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് എന്ന് പറയാൻ, അതുപോലെ ഇവരുടെ ആഭരണങ്ങൾ, ഇതൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ വളരെ കളർഫുള്ളാണത്. അതാണ് അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പലതരത്തിലുള്ള മൃഗങ്ങളുടെ എല്ലുകളും അതുപോലെ തന്നെ അവരുടെ പല്ലുകൾ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പണ്ട് കാലം മുതലേ തന്നെ ഇവർ നെയ്ത്തിലൊക്കെ വളരെയധികം പ്രാഗല്യം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡ്രസ്സും അത്രയധികം അട്രാക്റ്റീവാണ്. ഇതൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള ബാംഗിൾസ്, നെക്ലേസ്, അതൊക്കെയാണ്. ഓരോ ട്രൈബും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബാംഗിൾസ്, നെക്ലേസ്, അതൊക്കെ മാറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവർ കളക്ട് ചെയ്തിട്ട് ഇവിടെ വളരെ നീറ്റായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഷോ ചെയ്ത് വെച്ചിട്ടുള്ളത്.
നാഗാലാൻഡിൽ 16ലധികം ട്രൈബുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ എല്ലാ ട്രൈബിൻ്റെതും ആക്ടിവിറ്റീസും അവരുടെ ഡ്രസ്സ്, അവരുടെ കൾച്ചർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ട്രൈബും ഇവർ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും വളരെയധികം പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ 10 രൂപ ടിക്കറ്റിൽ നമുക്ക് വളരെ വിശദമായിട്ട് ഇവരുടെ കൾച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ മ്യൂസിക്കിനോടുള്ള ആ ഒരു താല്പര്യത്തെക്കുറിച്ചും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും നമുക്ക് ഇവിടെ വന്നാൽ സാധിക്കും. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു മതിയാക്കി പുറത്തോട്ടേക്ക് ഇറങ്ങിയപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേഡിയത്തിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറി. എന്നാലും നോക്ക്, കൊഹിമ സിറ്റിയുടെ വളരെ സൂപ്പറായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.